ഹലോ കുട്ടികളെ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ സിംപ്ലി ലേണിൻ്റെ പുതിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. ഓക്കെ, സോ റെഡി അല്ലേ? സോ നിങ്ങൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഏത് കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബേസിക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് പഠിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് കാണുന്നതുകൊണ്ട് നമ്മൾ എന്താ കൂടുതൽ അറിവ് നേടുക എന്ന് അത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും സിമ്പിളാക്കിയാണ് പറയുന്നത്. സോ ബേസിക് ഇംഗ്ലീഷിൽ ഇന്ന് നമുക്കറിയാം, എല്ലാ ലാംഗ്വേജിനും അതിനെന്തുണ്ടാകും, ലെറ്റേഴ്സ് ഉണ്ടാവും, അക്ഷരങ്ങളുണ്ടാവും. നമുക്ക് മലയാളത്തിൽ എന്തുണ്ട്, അക്ഷരങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷിലും എന്തുണ്ട്, അക്ഷരങ്ങളുണ്ട്. സോ ഇംഗ്ലീഷിൽ അക്ഷരങ്ങളെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് വിളിക്കും. എങ്ങനെ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് എഴുതുന്നത്? അതെ, ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഓക്കെ, ഇംഗ്ലീഷ് ആൽഫബറ്റാണ്. ഈ ഇംഗ്ലീഷ് ആൽഫബറ്റാണ് എ ടു സെഡ് വരെയുള്ളത് അല്ലേ. എ ടു സെഡ് വരെയുള്ളതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ് അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് എ ടു സെഡ് വരുന്ന ഈ ലെറ്റേഴ്സ് ടോട്ടൽ എത്ര ഉണ്ടെന്ന് അറിയോ? ടോട്ടൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? നമുക്ക് നോക്കാം, എഴുതിയിട്ട് തന്നെ നോക്കാം. സോ എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, P, Q, R, S, T, U, V, W, X, Y, Z. ടോട്ടൽ എണ്ണി നോക്കാം അല്ലേ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26. യെസ് ഡിയേഴ്സ്. സോ ഇംഗ്ലീഷിൽ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉള്ളത്? അതെ, 26 ലെറ്റേഴ്സാണ് ടോട്ടൽ ഉള്ളത് കേട്ടോ. ഇനി ഇത് മറക്കരുതേ. ഇംഗ്ലീഷിലെ ലെറ്റേഴ്സിൻ്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സാണ് 26. നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആണ് എന്ത്? അതെ, നമ്പർ ഓഫ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ്. നമ്പർ ഓഫ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് എന്ത്? അതെ, 26. ഇനി ആരും മറക്കൂലല്ലോ. ഓക്കെ ഓക്കെ ഡിയേഴ്സ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കൊരു എ വെച്ചിട്ടൊരു വേർഡ് കിട്ടണമല്ലോ, വേണ്ടേ? അപ്പോൾ നമ്മൾ മലയാളത്തിലാണെങ്കിലും ഒരു അക്ഷരം വെച്ചിട്ട് ഒരു വാക്ക് നമ്മൾ എഴുതും. അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ആദ്യത്തെ ലെറ്റർ വെച്ചിട്ട് നമുക്കൊരു വാക്ക്, ആ ലെറ്റർ ഫസ്റ്റിൽ തന്നെ വരാൻ നമുക്ക് നോക്കാം. ആ ഒരു വേർഡിൻ്റെ ഫസ്റ്റിൽ വരണം. സോ എ ഫോർ ആപ്പിൾ. എ ഫോർ ആപ്പിൾ എന്ത് കൊടുക്കാം? എ ഫോർ ആപ്പിൾ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ലെറ്റർ എന്താണ്? നെക്സ്റ്റ് ലെറ്റർ ആണ് ബി. ബിക്ക് എന്ത് കൊടുക്കാം? അതെ, ബോള്. BALL, ബോള്. സിക്ക് എന്ത് കൊടുക്കാം? അതെ, എന്ത് കൊടുക്കാം? ക്യാറ്റ്. ഇനി ഡിക്ക് എന്ത് കൊടുക്കാം? ഡിക്ക് എന്താ കൊടുക്കുക? ഡോഗ്, ഡോള്. കുറേ വേർഡ്സ് കൊടുക്കാണ്ടല്ലേ, എല്ലാവർക്കും അറിയാലേ. ഈ വെച്ചിട്ട് എന്ത് കൊടുക്കാം? അതെ, എഗ്ഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, കോഴിമുട്ടയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഫ് വെച്ചിട്ട് എന്ത് കൊടുക്കും? അതെ, ഫാന്, ഫാമിലി. ഒരുപാട് വേർഡ്സ് ഉണ്ട്, ഫാദർ അല്ലേ. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണം, എ ടു സെഡ് വരെ വെച്ചിട്ട് വേർഡ്സ് എഴുതണം. നിങ്ങൾ എന്തായാലും ഒരു റഫ് നോട്ടും പെന്നോ പെൻസിലോ എടുക്കണം. എന്നിട്ട് എ ടു സെഡ് വരെ നിങ്ങൾക്ക് അറിയുന്ന വാക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, അതാണ് ഒന്നാമത്തെ വർക്ക് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ കുറച്ച് കോമൺ വേർഡ്സ് ആണ്. എന്താണ് കോമൺ വേർഡ്സ്? ഡെയിലി ലൈഫിൽ നമ്മൾ എന്താണ് അധികമായിട്ടും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് കോമൺ വേർഡ്സ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കോമൺ വേർഡ്സ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടീച്ചർ. എന്താണ് ടീച്ചർ? TEACHER, ടീച്ചർ. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എന്തും കൂടെ ശ്രദ്ധിക്കണം, അത് വായിക്കുകയും എഴുതുകയും ചെയ്യണം. ലെറ്റേഴ്സ് നമ്മൾ കാണാതെ പഠിക്കണം. ഇപ്പോൾ ടീച്ചർ എന്ന വേർഡാണെങ്കിൽ ഈ വേർഡിലെ ഓരോ ലെറ്റേഴ്സ് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാനും അതേപോലെ തന്നെ കാണാതെ എഴുതാനും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം കേട്ടോ. അതൊന്നാമത്തെ ഒരു കാര്യമാണ്. അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ വേർഡ്. ഇനി വേറൊരു കോമൺ വേർഡാണ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നത്, പെന്നിൻ്റെ സ്പെല്ലിങ് PEN. ഇനി നെക്സ്റ്റ് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? അതെ, സ്കൂളിൻ്റെ സ്പെല്ലിംഗ് എന്താ? SCHOOL, സ്കൂൾ. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള വേർഡ് അല്ലേ. ഇനിയും കോമൺ ആയിട്ടുള്ള ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേർഡ്സ് പറയൂ. അതെ, ബുക്കിൻ്റെ സ്പെല്ലിംഗ് എന്താ? BOOK, ബുക്ക്. അതെ, ബുക്ക്. ഇനിയും ഇതുപോലെ കുറേ വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കുറേ വേർഡ്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതാണ് മോർണിംഗിൽ സൺ. അതേപോലെ മൂണിൻ്റെ സ്പെല്ലിംഗ് ആണ് MOON, മൂൺ. ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ഈ 6 വേർഡ്സ് ആണ് നമ്മൾ കോമൺ ആയിട്ട് നോക്കിയത്. ഫസ്റ്റ് വൺ ടീച്ചർ, പെൻ, സ്കൂൾ, ബുക്ക്, സൺ, മൂൺ.
എല്ലാവരും ഈ 6 വേർഡ്സും അതിൻ്റെ സ്പെല്ലിങ്ങും കാണാതെ പഠിച്ചല്ലോ. കാണാതെ പഠിച്ച് വീഡിയോ പൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക. എന്നിട്ട് വീണ്ടും വീഡിയോ കാണാം കേട്ടോ. ടീച്ചർ, പെൻ, സ്കൂൾ, ബുക്ക്, സൺ, മൂൺ. ഓക്കെ, പഠിച്ചില്ലേ? എല്ലാവരും പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കളേഴ്സിൻ്റെ പേരാണ് പഠിക്കാൻ പോകുന്നത്. ഒരു 4 കളേഴ്സിൻ്റെ പേര് കേട്ടോ. ഇങ്ങനെ ഓരോ വീഡിയോയിലും കുറച്ച് കുറച്ച് മാത്രം പഠിച്ചാൽ മതി. ഇന്ന് നമ്മൾ 4 കളേഴ്സിൻ്റെ പേരാണ് പഠിക്കാൻ പോകുന്നത്. കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, നിറങ്ങളിലെ നിറങ്ങൾ. കളേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് കേട്ടോ ഇത് കളേഴ്സ്. നമ്മൾ ഇന്ന് 4 കളേഴ്സിൻ്റെ നെയിംസാണ് പഠിക്കുന്നത്. നമുക്ക് റെഡ്. ഓക്കെ, റെഡ്. റെഡ് ഏത് കളറാണ്? റെഡ് എന്ന് പറഞ്ഞാൽ ഏത് കളറാണ്? അത് ചുവപ്പാണ് കേട്ടോ. റെഡ്, ചുവപ്പ്. റെഡിൻ്റെ സ്പെല്ലിംഗ് എന്താ? RED, റെഡ്. നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്ന കളറാണ് ബ്ലാക്ക്. ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അതെ, കറുപ്പ്. കറുപ്പ്. ബ്ലാക്കിൻ്റെ സ്പെല്ലിംഗ് എന്താ? BLACK. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന കളറാണ് ബ്ലൂ. ബ്ലൂ. ബ്ലൂവിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കേ. ബ്ലൂ, BLUE. ബ്ലൂ ഏത് കളറാണ്? നീല. അതേ, കറക്റ്റാണ്, നീല. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വൈറ്റ്. ഓക്കെ, വൈറ്റ്. WHITE. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് കളറാണെന്നറിയോ? അതെ, വെള്ള. വെള്ള കളറില്ലേ? വെള്ള നിറമാണ് വൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ 4 കളേഴ്സിൻ്റെ പേര് പഠിച്ചു. റെഡ് പഠിച്ചു, ബ്ലാക്ക് പഠിച്ചു, ബ്ലൂ പഠിച്ചു, വൈറ്റ് പഠിച്ചു. ഇനി ഇതൊരിക്കലും മറക്കരുത്. റെഡ് ചുവപ്പ്, ബ്ലാക്ക് കറുപ്പ്, ബ്ലൂ നീല, വൈറ്റ് വെള്ള. ഈ 4 കളേഴ്സിൻ്റെ നെയിമും ഇനി ആരും മറക്കരുത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ബേസിക് ഇംഗ്ലീഷിൽ നമ്മൾ A to Z വരെ പഠിച്ചു അല്ലേ? A to Z വരെ ഒന്ന് പറഞ്ഞേ. ABCDEFGHIJKLMNOPQRSTUVWXYZ. അതെ, കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി A to Z വരെ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്രയാണ്? അത് പറയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ പറയണം. ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്ര അക്ഷരങ്ങളാണ് ടോട്ടലുള്ളത്? അതെ, എത്രയാണ്? അത് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇവിടെ ഉത്തരം എഴുതുന്നില്ല, കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ നമ്മൾ പഠിച്ചു എന്ത്? ഒരു A for apple, A for apple, B for ball, C for cat, D for dog, E for egg, F for fan. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? അതെ, കുറച്ച് കോമൺ വേർഡ്സ് പഠിച്ചില്ലേ? അതിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചിരുന്നത്? സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് പറയണം. ടീച്ചർ, ബുക്ക്, പെൻ, സ്കൂൾ. ഈ ഒരു 4 വേർഡ്സ് കോമൺ വേർഡ്സ്. പിന്നെ അതിൻ്റെ കൂടെ സൺ, മൂൺ. ഇങ്ങനെ 6 കോമൺ വേർഡ്സ് ആണല്ലേ നമ്മൾ പഠിച്ചത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? 4 കളേഴ്സിൻ്റെ പേര് പഠിച്ചു അല്ലേ? റെഡ്. റെഡ് എന്ന് പറഞ്ഞാൽ ഏത് കളറ്? ചുവപ്പ്. ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഏത് കളറ്? കറുപ്പ്. പിന്നെ നമ്മൾ പഠിച്ചത് ഏതാ? ബ്ലൂ പഠിച്ചു. ബ്ലൂ എന്ന് പറഞ്ഞാൽ ഏത് കളറ്? അതെ, നീല. പിന്നെ ഒരു കളറും കൂടെ വൈറ്റ്. വൈറ്റ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് കളറ്? വൈറ്റ് എന്ന് പറഞ്ഞാൽ വെള്ള. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ്ങും കൂടെ പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഓരോ ദിവസവും 5 മിനിറ്റ്സോ 6 മിനിറ്റ്സോ മാത്രം വീഡിയോക്ക് വേണ്ടി ചിലവഴിക്കുക. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.